ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കൃഷും കൺമണിയും സാഗറിനെ വീട്ടിൽ കൊടുന്നാക്കി തിരിച്ച് ദേവ്ജിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. ദേവ്ജി ചോദിക്കുന്നുണ്ട്, കൃഷെ എന്താണ് ഇപ്പോൾ സാഗറിൻ്റെ മാനസികാവസ്ഥ എന്ന്. കൃഷപ്പ പറയുന്നുണ്ട്, സാധാരണ ബിസിനസ്സിലോ ജോലിക്കോ എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ വീട്ടിലെത്തുമ്പോൾ സമാധാനം ഉണ്ടാവുമെന്നാണ് പറയാറ്. എന്നാൽ ഇപ്പോൾ വീട്ടിലെത്തുമ്പോഴാണ് അച്ഛൻ്റെ അസ്വസ്ഥത കൂടുന്നത്. ഇത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടും അമ്മയും ആൻറ്റിയമ്മയും ഇപ്പോഴും ജയ്മോഹൻ അങ്കിളിന് അനുകൂലമായാണ് സംസാരിക്കുന്നത്. ഇതിന്റെ കാരണമാണ് എനിക്ക് മനസ്സിലാവാത്തതെന്ന് കൃഷി അങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം കേൾക്കുമ്പോഴേക്കും കൺമണിക്ക് ടെൻഷൻ ആവുന്നുണ്ട്. കൃഷി വീണ്ടും പറയുന്നുണ്ട്, ഇതിനിടയിൽ മറ്റെന്തൊരു രഹസ്യമുണ്ട് ദേവ് സാർ. കൺമണി തന്നോട് ആന്റിയമ്മയും അമ്മയും സംസാരിക്കുന്ന സമയത്ത് എല്ലാം അറിഞ്ഞിട്ടും നീ എന്തിനാണ് ജയ്മോഹനോട് അങ്ങനെയെല്ലാം സംസാരിച്ചതെന്ന് അവരങ്ങനെ ചോദിച്ചു. അതിന്റെ കാരണം എന്താണ്? ഞങ്ങൾക്കറിയാത്ത എന്തെങ്കിലും രഹസ്യം നിങ്ങൾക്കറിയാമോ എന്ന് കൃഷി അങ്ങനെ ചോദിക്കുകയാണ്. എന്നാൽ ആകെ വെപ്രാളപ്പെട്ട് ടെൻഷനായിക്കൊണ്ട് കൺമണി പറയുന്നുണ്ട്, അവരെന്താണ് അങ്ങനെ ചോദിച്ചതെന്ന് എനിക്കും അറിയില്ല സാർ. അവരുടെ ആ ചോദ്യം എനിക്കും മനസ്സിലായില്ലെന്ന് കൺമണി അങ്ങനെ പറഞ്ഞൊപ്പിക്കുകയാണ്. എന്നാൽ കൃഷ്ണനാണെങ്കിൽ കൺമണിയുടെ ആ ഉത്തരം ഒട്ടും തന്നെ അക്സെപ്റ്റ് ചെയ്യാനാവുന്നില്ല. അല്ല, നിങ്ങളുടെ മനസ്സിൽ എന്തോ ഉണ്ട്, അതെന്താണെങ്കിലും തുറന്നു പറ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് കൃഷി അങ്ങനെ വീണ്ടും ചോദിക്കുകയാണ്. കൺമണിയപ്പോൾ ഇല്ല സാർ, എനിക്കൊന്നും അറിയില്ല, അവരെന്താണ് അങ്ങനെ പറഞ്ഞതെന്നും എനിക്കറിയില്ല. അങ്ങനെ എന്തെങ്കിലും എനിക്കറിയാമെങ്കിൽ ഞാനത് സാറിനോട് പറയില്ലേ. എന്തായാലും സമയമായി, ഞാൻ പോവുകയാണ് സാർ എന്ന് പറഞ്ഞ് കൃഷിനോടും ദേവ്ജിയോടും യാത്ര പറഞ്ഞ് കൺമണി തൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. കൃഷിന്റെ ഡൗട്ട് കണ്ട് ദേവ്ജി എന്താണെന്ന് ചോദിക്കുകയാണ്. കൃഷപ്പ പറയുന്നുണ്ട്, ഒന്നുമില്ല സാർ, കൺമണി ഇപ്പൊ എന്നോട് പറഞ്ഞതെല്ലാം കള്ളമാണോ എന്ന് എനിക്ക് തോന്നുന്നു. കുറെ ദിവസമായിട്ട് ആന്റിയമ്മയും അമ്മയും എന്തോ രഹസ്യം സൂക്ഷിക്കുന്നുണ്ട്, അത് കൺമണിക്കും അറിയാമെന്ന് തോന്നുന്നു എന്നങ്ങനെ കൃഷി പറയുമ്പോൾ ദേവ്ജി പറയുന്നുണ്ട്, അങ്ങനെ എന്തായാലും ഉണ്ടാവില്ല. ആർക്കും ആരെ വേണമെങ്കിലും സംശയിക്കാം, പക്ഷേ ഞാനത് വിശ്വസിക്കില്ല. കൺമണി എന്തായാലും കൃഷിനോട് ഒന്നും മറച്ചു വെക്കില്ല എന്ന് ദേവ്ജി അങ്ങനെ പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട്, ചിലപ്പോൾ അമ്മയും ആന്റിയമ്മയും കൺമണിയെ പേടിപ്പിച്ച് നിർത്തിയിരിക്കുകയാണെങ്കിലോ. എന്തായാലും ആ രഹസ്യം ഞാൻ അറിയും, അല്ലെങ്കിൽ കൺമണി എന്നോട് പറയും. ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ അച്ഛന് വേണ്ടി ഞാൻ എന്തും ചെയ്യും, എന്തും നേരിടാൻ ഞാൻ തയ്യാറാണെന്ന് കൃഷി അങ്ങനെ ദേവ്ജിയോട് പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് ആകെ മനസ്സ് തകർന്നുകൊണ്ട് സാഗർ അങ്ങനെ ഇരിക്കുകയാണ്. കൃപപ്പ വന്ന് സാഗറിനോട് പറയുന്നുണ്ട്, അച്ഛൻ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്, അച്ഛൻ വായോ, ഞാൻ ഫുഡ് എടുത്തു തരാമെന്ന് പറയാണ്. സാഗറപ്പ പറയുന്നുണ്ട്, എനിക്ക് ഫുഡൊന്നും വേണ്ട മോളെ, എനിക്ക് ഭക്ഷണമൊന്നും കഴിക്കാൻ തോന്നുന്നില്ല, കിടന്നാൽ ഉറക്കം വരുമെന്നും തോന്നുന്നില്ല. ഇനിയിപ്പോ ഈ അച്ഛൻ അറിയപ്പെടാൻ പോകുന്നത് തോറ്റവൻ എന്ന പേരിലാണ്. ഇനി അച്ഛൻ എന്തൊക്കെ സംഭവിച്ചാലും മോളെ സംരക്ഷിക്കാൻ കൃഷുണ്ട്, നിന്റെ ഏട്ടൻ എന്നും നിന്റെ കൂടെ ഉണ്ടാവുമെന്നൊക്കെ സാഗർ അങ്ങനെ കൃപയോട് പറയാണ്. ഇതെല്ലാം കേട്ട് സങ്കടം വന്ന് കൃപ ചോദിക്കുന്നുണ്ട്, അച്ഛൻ ഇത് എന്തൊക്കെയാണ് പറയുന്നതെന്ന്. പിന്നീട് കരഞ്ഞുകൊണ്ട് കൃപ അങ്ങനെ സാഗറിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ആന്റിയമ്മയും സുജുവും വരുന്നുണ്ട്. പിന്നീട് അവര് പോയും സാഗറിനെ ആശ്വസിപ്പിക്കുകയാണ്. സാഗർ എന്നിട്ട് പറയുന്നുണ്ട്, കൃപമോളെ, നീ ചേച്ചിയമ്മയ്ക്ക് ഫുഡ് എടുത്തു കൊടുക്ക്, മരുന്ന് മുടക്കരുത്, മരുന്നും എടുത്തു കൊടുക്ക്. സുജു, നീയും എന്തെങ്കിലും ഫുഡ് കഴിക്കേ എന്ന് പറഞ്ഞുകൊണ്ട് സാഗർ അങ്ങനെ റൂമിലേക്ക് പോവുകയാണ്. കൃപയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് സുജുവിനോടും ആന്റിയമ്മയോടും പറയുന്നുണ്ട്, അച്ഛന് ഫുഡ് വേണ്ടെങ്കിൽ എനിക്കും ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് കൃപ പോവുകയാണ്. ആന്റിയമ്മയാണെങ്കിൽ ഇതൊന്നും കണ്ട് സങ്കടം സഹിക്കാതെ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ സുജു ആശ്വസിപ്പിക്കുന്നുണ്ട്. പിന്നീട് കൺമണി രാത്രിയിൽ വീട്ടിലെത്തുകയാണ്. ആ സമയത്ത് ശ്രീനിവാസനാണെങ്കിൽ കൺമണിയെയും വെയിറ്റ് ചെയ്തുകൊണ്ട് പുറത്തങ്ങനെ ഇരിക്കുകയാണ്. ശ്രീനിവാസിന്റെ ആ ഇരുത്തം കണ്ട് കൺമണി എന്താണ് കാര്യമെന്ന് ചോദിക്കുകയാണ്. ശ്രീനിവാസൻ അപ്പൊ പറയുന്നുണ്ട്, നടന്ന സംഭവങ്ങളൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അമ്മായിമാരാണെങ്കിൽ ഒന്നും കഴിക്കാതെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയാണ്. കൺമണിയപ്പ പറയുന്നുണ്ട്, അച്ഛൻ വിഷമിക്കേണ്ട, അവരോട് ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞ് അകത്തേക്ക് പോയി സുലോചന അമ്മായിയോടും ശാന്തമ്മയോടും സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ഭക്ഷണം കഴിച്ചില്ലെന്ന് പറഞ്ഞു, എന്താണ് കാര്യമെന്നൊക്കെ ചോദിക്കുകയാണ്. അമ്മായിമാരപ്പ പറയുന്നുണ്ട്, ഞങ്ങൾ കാരണമല്ലേ നിനക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായത്, നിനക്ക് ഞങ്ങളോട് ക്ഷമിക്കാൻ കഴിയോ, ഞങ്ങൾ ശരിക്കും പെട്ടുപോയതാണെന്നൊക്കെ അമ്മായിമാരങ്ങനെ പറയുമ്പോൾ കൺമണി അവരെ ആശ്വസിപ്പിക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞു പോയില്ലേ, അതെല്ലാം വിട്ടേക്ക്. ഇനിയെ മാഷിനോട് നിങ്ങൾക്കൊരു ഇഷ്ടം തോന്നി, അതിലിപ്പോൾ വലിയ കാര്യമൊന്നുമില്ല. എന്തായാലും അവരുടെ ചതിയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടില്ലേ. എന്നെ ചതിച്ച എല്ലാവരെയും കണ്ട് നല്ല തക്ക മറുപടി കൊടുത്തിട്ട് തന്നെയാണ് ഞാൻ വന്നത്. ഇനിയും നിങ്ങളിങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കരുത്, വന്ന് ഫുഡ് കഴിക്കുമെന്ന് പറഞ്ഞ് കൺമണി അങ്ങനെ അവരുടെ സങ്കടമൊക്കെ മാറ്റി ഫുഡെല്ലാം കൊടുന്ന് വെക്കുകയാണ്. എന്നിട്ട് ശ്രീനിവാസനെയും വിളിച്ചുകൊണ്ട്
അവർ 4 പേരും എല്ലാം മറന്നങ്ങനെ ഫുഡ് കഴിക്കുകയാണ്. അതിനുശേഷം മാനസിയാണെങ്കിൽ ആൻറ്റിയമ്മയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. ആൻറ്റിയമ്മ വളരെ ദേഷ്യത്തോടെ ആ ഫോൺ അറ്റൻഡ് ചെയ്തുകൊണ്ട് എന്താണ് കാര്യമെന്ന് ചോദിക്കുകയാണ്. മാനസ അപ്പം പറയുന്നുണ്ട്, ഇന്ന് നടന്ന കാര്യങ്ങളെല്ലാം ആൻറ്റിയമ്മ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഞാനും എൻ്റെ അച്ഛനും എന്താണോ മനസ്സിൽ ഉദ്ദേശിച്ചത് ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ വിളിച്ചത് ആൻറ്റിയമ്മ ഒരു പാവമായതുകൊണ്ടാണ്. ഈ പാവങ്ങൾക്കൊരു ദോഷമുണ്ട്, അവരുടെ മനസ്സിലൊന്നും ഇരിക്കില്ല. സാഗരങ്ങളുടെ വിഷമം കാണുമ്പോൾ നമുക്കിടയിലുള്ള കാര്യം ആൻറ്റിയമ്മ ചിലപ്പോൾ എല്ലാവരോടും തുറന്നു പറയും. പക്ഷേ ആൻറ്റിയമ്മ പറയുന്നതിൻ്റെ തൊട്ടടുത്ത നിമിഷം കൃപയുടെ ആ വീഡിയോ ലോകം മുഴുവനും കാണും. എനിക്ക് എന്തെങ്കിലും നേടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഏതറ്റവും വരെ പോവും. ഞാൻ ഈ കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കാൻ വിളിച്ചു എന്നേ ഉള്ളൂ. കൃപ എന്തായാലും കുറച്ചു കാലം കൂടി സന്തോഷത്തോടെ കഴിയട്ടെ. ആൻറ്റിയമ്മ എന്നെ ഉപദ്രവിക്കാൻ വന്നാൽ ഞാനും വിട്ടുതരില്ല. പിന്നെ കൃപ ജീവനോടെ ഉണ്ടാവുമോ എന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ ഗുഡ് നൈറ്റ് ആൻറ്റിയമ്മ എന്ന് പറഞ്ഞ് മാനസ് അങ്ങനെ ഫോൺ കട്ട് ചെയ്യുകയാണ്. പിന്നീട് ആ രാത്രിയിൽ തന്നെ കൺമണിയെ കാണാനായി സുജു കൺമണിയുടെ വീട്ടിലേക്ക് എത്തുകയാണ്. ശ്രീനിവാസനാണെങ്കിൽ സുജുവിനെ കാണുന്നത് ചോദിക്കുന്നുണ്ട്, എന്താണ് മാഡം ഈ രാത്രിയിൽ വന്നത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. സുജു അപ്പോൾ പറയുന്നുണ്ട്, ശ്രീനിവാസൻ പേടിക്കണ്ട, ഞാൻ കൺമണി മോളോടൊന്ന് സംസാരിക്കാനായി വന്നതാണ്. ഞാൻ വേറൊരു സ്ഥലം വരെ പോയിട്ട് വരുന്ന വഴിയാണ്. ഒന്നിവിടെ കയറിയെന്നുള്ളൂ. കൃപയുടെ ഒരു കാര്യം സംസാരിക്കാനാണ് വന്നതെന്നൊക്കെ സുജു അങ്ങനെ ശ്രീനിവാസനോട് പറയാണ്. ശ്രീനിവാസനപ്പോൾ ശരി, നിങ്ങൾ സംസാരിക്കുമെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് കൺമണിയെ മാറ്റി നിർത്തിക്കൊണ്ട് സുജു പറയുന്നുണ്ട്, 2 ദിവസം കഴിഞ്ഞ് കൃപയെയും വിളിച്ചുകൊണ്ട് മോളൊരു സ്ഥലം വരെ പോകണമെന്ന് പറയുമ്പോൾ കൺമണി എങ്ങോട്ടാണെന്ന് ചോദിക്കുകയാണ്. എന്നാൽ അതിനൊരു ഉത്തരം കൊടുക്കാതെ സുജു പറയുന്നുണ്ട്, ഞാൻ ജയമോഹന്റെ പേരിൽ വീട്ടിൽ കൺമണിയെ കുറ്റപ്പെടുത്തിയതിൽ മോൾക്ക് സങ്കടമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. കൺമണി ഇപ്പോൾ പറയുന്നുണ്ട്, ഇല്ല അമ്മേ, എന്താണ് സാഹചര്യമെന്ന് എനിക്കറിയാമല്ലോ. അതിനെപ്പറ്റി ക്രിസാറും എന്നോട് ചോദിച്ചിരുന്നു, പക്ഷേ ഞാനൊന്നും പറഞ്ഞില്ല എന്നങ്ങനെ കൺമണി പറയാണ്. സുജു അപ്പോൾ സങ്കടപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട്, എന്നെ കൊണ്ട് വേറൊന്നും ചെയ്യാൻ പറ്റില്ല മോളെ, അതാണ് ഞാൻ ആ സമയത്ത് അങ്ങനെ പറഞ്ഞത്. ഇതെങ്ങാനും കൃപ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ പിന്നെ ജീവിച്ചിരിക്കില്ല. എനിക്കോ ചേച്ചിയമ്മയ്ക്കോ ഇതിന്റെ പേരിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ സാഗറും കൃഷും ജയമോഹനെതിരെ ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ അവരെ തടയാൻ മോളെ കൊണ്ട് മാത്രമേ സാധിക്കൂ. ഇപ്പോൾ ഞാനും ആൻറ്റിയമ്മയും കുറ്റപ്പെടുത്തലുകൾ കേൾക്കുന്നത് പോലെ ചിലപ്പോൾ മോൾക്കും അതെല്ലാം കേൾക്കേണ്ടി വരും. പക്ഷേ മോളെ കൃപയെ ഓർക്കണം. മനസ്സിന് എന്തോ ധൈര്യക്കുറവ്, അതാണ് ഈ രാത്രിയിൽ തന്നെ നിന്നെ കാണാനായി ഞാൻ വന്നത് എന്നങ്ങനെ സുജു പറയാണ്. കൺമണിയപ്പോൾ പറയുന്നുണ്ട്, അമ്മേ, എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ആളാണ് ക്രിഷ് സാറ്. പക്ഷേ ഈ കാര്യത്തിൻ്റെ ഗൗരവം അറിയുന്നതുകൊണ്ടാണ് ഞാൻ ക്രിഷ് സാറിനോട് പോലും ഒന്നും പറയാത്തത്. അമ്മ ധൈര്യമായി ഇരിക്കുകയെന്ന് കൺമണി അങ്ങനെ സുജുവിനോട് പറയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.